5-ാമത്തെ സങ്കീർത്തനം എൻ്റെ 3-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: പ്രഭാസമയത്ത് എൻ്റെ ശബ്ദം കേൾക്കണമേ, പ്രഭാസമയത്ത് ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടും. ഇവിടെ ദൈവവചനം പറയുകയാണ്, പ്രഭാസമയത്ത് എൻ്റെ ശബ്ദം കേൾക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രഭാത സമയത്ത് കടന്നു ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ കാണിക്കുകയാണ്. പ്രഭാസമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും ഒന്നാമതായി ദൈവത്തെ കാണുന്ന സങ്കീർത്തനക്കാരൻ, എല്ലാം ദൈവത്തിൽ ആരംഭിക്കുന്ന ഒരു വ്യക്തിത്വം ആയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിത്വമാണോ എന്ന് ഈ പ്രഭാതം നമ്മളോട് ചോദിക്കുകയാണ്. രണ്ടാമത് പറയാണ്, രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു, ഞാൻ നിൻ്റെ സന്നിധിയിൽ ഒരുങ്ങി കാണപ്പെടും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നത്? നമ്മൾ ഒരുങ്ങിയാണ് കാണപ്പെടുന്നത്. ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഇന്ന് ചെയ്യേണ്ട എല്ലാ പ്ലാനുകളും നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ പ്ലാനുകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ കർത്താവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ആശങ്കകൾ, നമ്മുടെ ഭാരങ്ങൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രത്യാശകളും കർത്താവിന് സമർപ്പിക്കുവാൻ. മൂന്നാമതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നാം അവൻ്റെ ദാസനാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അവൻ്റെ ഹിതാന്വേഷിക്കുവാൻ ഞാൻ ഇറങ്ങുകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി പുറപ്പെടുന്ന ഒരുവൻ്റെ മനോഭാവമല്ലേ പ്രിയമുള്ളവരെ? ഈ പ്രഭാതം കർത്താവിനെ കൊണ്ട് ആരംഭിക്കുവാൻ, കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ പദ്ധതികളും സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹത്തോടെ കടന്നു പോകാൻ നമുക്കിടയായി തീരട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹകരമായിട്ടുള്ള ഒരു പ്രഭാതം കർത്താവിനോടുകൂടെ സഞ്ചരിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ ഈ ദിവസം എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു.